ഒരു കഥ പറഞ്ഞു തരാം. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് നാട്ടിലുള്ള കിഡ്നി സന്നദ്ധ പ്രവർത്തകർ പിരിവുമായി വന്നപ്പോഴാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു വണ്ടിയിൽ മൈക്കെല്ലാം വെച്ച് പാട്ട് പാടുന്നുണ്ട്. കവലകളിൽ ആളുകൾ ബക്കറ്റുമായി നിന്ന് പിരിക്കുന്നുണ്ട്. എൻ്റെ നാട് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണക്കടുത്ത് പട്ടിക്കാട് എന്ന് പറഞ്ഞ പെരിന്തൽമണ്ണ ഊട്ടി റോട്ടിലുള്ള ഒരു പ്രദേശത്താണ്. അവിടെ ഒരു വലിയ റെയിൽവേ സിഗ്നലുണ്ട്, റെയിൽവേ ക്രോസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ആ ഒരു സംസ്ഥാന പാതയിൽ ബ്ലോക്ക് ഉണ്ടാവും. അവിടെ രണ്ട് ഹമ്പിൻ്റെ ഇടയിൽ ഇതുപോലെ വണ്ടികൾ വന്നിട്ട് പിരിവെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനൊരു പ്രാവശ്യം നോക്കുന്ന സമയത്ത് ഞാൻ അറിയുന്ന ഒരുപാട് കാരണവന്മാരും സംഘടന, ക്ലബ്ബ്, സന്നദ്ധ പ്രവർത്തകരും ഉണ്ട് അതിൽ. അപ്പോൾ ആ വിഷയത്തെപ്പറ്റി പഠിച്ച് അവരിലേക്ക് എത്തി അവൻ്റെ ഒരു നല്ല സുഹൃത്തായിട്ട് മാറി. അവൻ്റെ ചികിത്സക്കും അതുപോലെ തന്നെ അതിന് ശേഷമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അത്തരത്തിൽ അവരുമായിട്ട് സംസാരിച്ച് അവരുമായി അടുത്തിടപഴകിയതിൽ നിന്ന് അവർ പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത് പറഞ്ഞത്, ഡോക്ടറെ, നമ്മൾ കിഡ്നി രോഗിയായി മാറിയാൽ ആദ്യം നമ്മളുടെ സ്വത്ത് വിൽക്കുന്നതും അത് ചുളു വിലക്ക് വാങ്ങുന്നതിനും വേണ്ടിയിട്ടായിരിക്കും ആളുകൾ നിൽക്കുന്നത്. നമ്മൾ സഹായിക്കുന്ന കരുതിയവൻ വരെ സെൻറ്റിന് 1 ലക്ഷം 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 4 ലക്ഷം 5 ലക്ഷം രൂപ വിലയുള്ള വസ്തു 50,000-നോ 40,000-നോ ചുളുവിനടിച്ച് വെക്കാന്ന് കരുതി നിൽക്കുന്നവനായിരിക്കും. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി അത് കേട്ടപ്പോൾ. നമ്മൾ സാധാരണ ഈ ഭൂമിയിൽ ഒന്നുമില്ലെങ്കിലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും ഒന്ന് ചികിത്സ നടത്തി ഒരു ദിവസം തടി കൂടി ഇങ്ങനെ ചീർത്ത് നിൽക്കാതെ സ്വസ്ഥമായിട്ടൊന്ന് മൂത്രമൊഴിച്ച് ജീവിക്കുക, ക്ഷീണം ഇതൊന്നും ഇല്ലാതെ നീരൊന്നും ഇല്ലാതെ ജീവിക്കാമെന്ന് കരുതുന്ന മനുഷ്യന്മാർ പോലെ സങ്കട ആ രോഗത്തിലേറെ പറഞ്ഞത് ഇതാണ്. ഇതെന്തിനാ നിങ്ങളോട് പറഞ്ഞത് അറിയോ? കിഡ്നി രോഗം എന്നുള്ളത് ഇന്ന് വളരെ ചികിത്സാ ചെലവ് കൂടിയതും എന്നാൽ ചികിത്സിച്ചാൽ തന്നെ മറ്റ് രോഗങ്ങളുടെ അത്ര തന്നെ റിസൾട്ട് ഇല്ലാത്തതും ഒരു ഡോക്ടർ ആയിക്കൊണ്ട് തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം പറയുകയാണ്. ഇത് കിഡ്നി രോഗം വന്നവരെ നിരാശപ്പെടുത്താനോ ഒന്നിനുമല്ല, ഇത് വരാതിരിക്കാനും അത് ശ്രദ്ധിക്കാനും ഇനി ഒരാൾ അതിലേക്ക് വീഴാതിരിക്കാനും വേണ്ടിയിട്ടാണ്. നമ്മൾ റോട്ടിലും അങ്ങാടിയിലും ഹോട്ടലുകളിലും ഭക്ഷണത്തിലും ജീവിതശൈലിയിലൊക്കെ ആളുകൾ കാട്ടുന്ന അക്രമം കണ്ട ഇതല്ല ഇതിൻ്റെ അപ്പുറം പറയാൻ നിർബന്ധിതനാവുക. കാരണം ഇവനൊക്കെ ഇതിൻ്റെ ഗൗരവം അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഓൻ്റെ കിഡ്നിൻ്റെ ആരോഗ്യം ഒന്ന് നോക്കും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, 10 ടിപ്സ് പറഞ്ഞുതരാം. ഈ 10 ടിപ്സ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കിഡ്നിക്ക് ഒരു പോറലും പറ്റൂല, നിങ്ങൾ ഉണ്ടാക്കിയ സമ്പത്ത് എവിടേക്കും പോകില്ല, ആരോഗ്യത്തോടെ നിങ്ങൾക്ക് ജീവിക്കാം. ഒന്നാമത് ഉപ്പ് ഒഴിവാക്കുക. ഭക്ഷണത്തിൽ നിന്ന് ഉപ്പ് കഴിയുന്നത്ര ഒഴിവാക്കുക. ഉപ്പ് കൂടുതൽ കഴിച്ചാൽ BP കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും കിഡ്നീൻ്റെ അവിടുത്തെ രക്തക്കുഴലിൽ BP കൂടിയിട്ട് കിഡ്നിയിൽ ലോഡ് വരും, പ്രശ്നങ്ങൾ വരും. കിഡ്നി രോഗങ്ങൾക്ക് ഏറ്റവും പ്രധാന കാരണം അതാണ്. രണ്ടാമത്തത് പഞ്ചസാര നിയന്ത്രിക്കുക. കൂടുതൽ പഞ്ചസാര കഴിച്ചാൽ രക്തത്തിലെ പഞ്ചസാരൻ്റെ അളവ് ഉയരും, കിഡ്നിക്ക് അത് മാനേജ് ചെയ്യാൻ കഴിയില്ല, പ്രമേഹ രോഗത്തിലേക്ക് പോകും, കിഡ്നി ഡാമേജ് ആകും. അതുപോലെ തന്നെ കിഡ്നി ഈ പഞ്ചസാര കഴിക്കുന്നതോടെ ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങൾ, അമിതവണ്ണം പോലുള്ള രോഗങ്ങൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വന്നു കഴിഞ്ഞാലും ഈ പഞ്ചസാര കൊണ്ട് കിഡ്നി കേടുവരും. മൂന്നാമത് പറയുന്നത് ലഹരികൾ, മദ്യപാനം, അതുപോലെ തന്നെ സിഗരറ്റ് പോലുള്ള ലഹരികൾ പാടെ വർജിക്കുക. നാലാമത്തെ സംഗതിയായിട്ടുള്ളത് അമിതമായിട്ടുള്ള വണ്ണം കിഡ്നിയുടെ ആരോഗ്യത്തിന് അപകടകരാക്കും. അതിന് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഗതിയുണ്ട്. നമ്മൾ ഒരു പാണ്ടി ലോറിയിൽ കയറ്റേണ്ട ഒരു സാധനം, ഒരു അശോക ലൈലൻഡ് വലിയ അന്തർ സംസ്ഥാന ലോറിയിൽ കയറ്റേണ്ട സാധനം ഒരു സാധാ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ കയറ്റി എങ്ങനെ ഉണ്ടാകും? ഇതേപോലെ വലിയ ബോഡിയുടെ മാസ് മുഴുവൻ ഒരു കിഡ്നിക്ക് ഫിൽട്ടർ ചെയ്യാൻ കൊടുത്താൽ അവനത് താങ്ങൂല, അപകടത്തിലാവും. അമിതമായിട്ടുള്ള ഭാരം ഒഴിവാക്കുക. അഞ്ചാമത്തത്, നമ്മളുടെ ഭക്ഷണത്തിൽ നിന്നാണ് നല്ലൊരു ശതമാനം ഈ രോഗങ്ങൾ വരുന്നത്. കരിച്ചത്, പൊരിച്ചത്, മസാലകൾ അടങ്ങിയത്, ഡീപ്പായി ഫ്രൈ ചെയ്തത്, അതുപോലെ തന്നെ കെമിക്കൽസ് ചേർത്തത്, അതുപോലെ തന്നെ ഭക്ഷണത്തിന് രുചി കൂട്ടാനുള്ള സാധനങ്ങൾ ചേർത്തത്, ഉപയോഗിച്ച എണ്ണ തന്നെ പിന്നെയും ഉപയോഗിക്കുന്നത്. ഇത് നല്ലോണം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ അപകടങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആറാമതായിട്ട് പറയാനുള്ളത് ഭക്ഷണങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. അതിൽപ്പെട്ടിട്ടുള്ളതാണ് മത്തിമീൻ നന്നായിട്ട് ഉപയോഗിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, നല്ലോണം കിഡ്നിക്ക് ആരോഗ്യം ഉണ്ടാവാൻ മഞ്ഞൾ നല്ലതാണ്, വെളുത്തുള്ളി നല്ലതാണ്, ബ്രൊക്കോളി നല്ലതാണ്, ക്യാബേജ് നല്ലതാണ്, ഇലക്കറികൾ, ചീര ഒഴികെയുള്ള ഇലക്കറികൾ നല്ലതാണ്.
ഫ്രൂട്ട്സും നല്ലതാണ്, പ്രത്യേകിച്ച് ആപ്പിള്, മഞ്ഞൾ, ഒലീവ് എണ്ണ, ഇതൊക്കെ കിഡ്നിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇനി ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വേറെ പറയാനുള്ളത്. ഓവറായിട്ടൊരു മനുഷ്യന് കഴിയാത്തത്ര വെള്ളം കുടിച്ചാലും കിഡ്നിക്ക് പ്രശ്നമാണ്. പക്ഷേ പലപ്പോഴും കിഡ്നി രോഗങ്ങൾ ഉണ്ടാവുന്നത്, മൂത്രക്കടച്ചിൽ, കല്ല്, ഇതിൻ്റെ റിക്കറൻസ് ഒക്കെ ഉണ്ടാവുന്നത് വെള്ളം കൂടി കുറവായിട്ടാണ്. ഇനി നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ പലപ്പോഴും കാട്ടുന്നത് കോളകൾ ഉപയോഗിക്കും, സോഡകൾ ഉപയോഗിക്കും. ഉപയോഗിച്ച് പോവരുത്. അത്തരത്തിൽ ചെയ്യുന്നത് അപകടകരമാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു സംഗതിയാണ് നന്നായിട്ട് പഞ്ചസാര കുത്തി കലക്കിയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ്. വിരുന്നേർ വന്നാൽ ടാങ്ക് കലക്കി കൊടുക്കും. അതല്ലെങ്കിൽ പിസ്തൻ്റെ വെള്ളമാണെന്ന് പറഞ്ഞിട്ട് പിസ്ത യാതൊരു തരത്തിലും ചേരാത്ത അതിൻ്റെ കെമിക്കലുള്ള കളർ ചേർത്തിട്ടുള്ള സംഗതി പഞ്ചസാര കുത്തി കലക്കി കാറ്റി കൊടുക്കും. നമ്മൾ വിരുന്നേരോട് ചെയ്യുന്നൊരു ചതിയാണത്. ആ കളറ്, അതുപോലെ തന്നെ ആ പഞ്ചസാര, അതടക്കം അപകടകരമായിട്ടാണ് ഉണ്ടാവുന്നത്. ഇനി പലരും ഫ്രൂട്ട്സ് കഴിക്കും, നല്ലതാണ്. ജ്യൂസ് കഴിക്കും, നല്ലതാണ്. പക്ഷേ ജ്യൂസ് ആവുമ്പോൾ അതിലത്തെ ചണ്ടി, ഫൈബർ എടുത്ത് കളയുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഭാഗം എടുത്ത് കളയാണ്. പക്ഷേ എന്താ സംഭവിക്കുക? നമ്മൾ ഇനി ജ്യൂസ് തന്നെ കഴിച്ചാലും പഴച്ചാറുകൾ കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ എന്താ ചെയ്യുക? അതിലേക്ക് പഞ്ചസാര കൂത്തി കലക്കി നിറക്കും. ആ പഞ്ചസാര അപകടം ചെയ്യും, രോഗം ഉണ്ടാക്കും. നല്ലോണം സൂക്ഷിക്കണം. ഇനി വേറൊന്ന് പറയാനുള്ളത്, ജീവിതശൈലിയിൽ വ്യായാമമില്ലാതെ ആവുക, തലച്ചോറിൽ ഭയങ്കര സ്ട്രെസ് ഉണ്ടാവുക, ഉറക്കം ശരിക്കില്ലാതെ ആവുക, മൂത്രം വേണ്ട അത്ര ഒഴിക്കാതെ പിടിച്ചിങ്ങനെ വെച്ച് മൂത്രക്കടച്ചിലാവുക, ഇത്തരം കാര്യങ്ങളും അപകടകരമാക്കും. ഇതൊഴിവാക്കിയാൽ നമുക്ക് കിഡ്നി രോഗങ്ങളിൽ നിന്ന് ഫലപ്രദമായിട്ട് നേരിടാം. 10ാമത് പറയുന്നത്, നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, ഹോട്ടൽ ഫുഡ് സംസ്കാരം, ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ തന്നെ അൽഫാം, ബ്രോസ്റ്റ്, ഇത്തരം സംഗതികളൊക്കെ അപകടം ചെയ്യും. പ്രത്യേകിച്ച് ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിച്ചാൽ അത് ഒഴിവാക്കുക. അവസാനമായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. അനാവശ്യമായിട്ട് മരുന്നുകൾ വാരി വലിച്ച് വാങ്ങി കഴിക്കുന്നത്, കെമിക്കലുകൾ, അതുപോലെ തന്നെ ശരീരത്തിൽ ഇത്തരം മരുന്നുകൾ ഭയങ്കരമായിട്ട് അപകടം ചെയ്യും. കിഡ്നി അപകടമായവരിൽ പ്രധാന കാരണങ്ങളിലൊന്ന് മരുന്നുകളുമാണ്. അപ്പോൾ അനാവശ്യമായിട്ട് പെയിൻ കില്ലേഴ്സ് അടക്കമുള്ള മരുന്നുകൾ ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ പോയി വാങ്ങി കഴിക്കുന്ന ശീലവും ഒഴിവാക്കുക. ഈ 10 കാര്യങ്ങൾ ചെയ്താൽ, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒട്ടുമിക്ക കിഡ്നി രോഗങ്ങളെയും നിങ്ങൾക്ക് വരുതിയിലാക്കാം. ആരോഗ്യപൂർണ്ണമാവട്ടെ നിങ്ങളുടെ കിഡ്നിയും നിങ്ങളുടെ ആരോഗ്യവും എന്ന് ആശംസിക്കുന്നു. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.